ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 14-ാം അധ്യായം. യുധിഷ്ഠിര ഉവാച. ഗൃഹസ്ഥയേതാം പദവീം വിധിനായേന ചാഞ്ചസ യാതി ദേവർഷേ ബ്രൂഹി മാതൃശോ ഗൃഹമൂഢധീഹി. യുധിഷ്ഠിരൻ ചോദിച്ചു, ഹേ ദേവർഷേ, ഗൃഹകാര്യങ്ങളിൽ ആസക്തചിത്തരായ എന്നെപ്പോലെയുള്ള ഗൃഹസ്ഥാശ്രമികൾ ഏതുവിധം ധർമാനുഷ്ഠാനത്താൽ ഇപ്പോൾ വിസ്തരിച്ച മോക്ഷപദവി നിഷ്പ്രയാസം പ്രാപിക്കുമോ ആ വിധി അരുളി ചെയ്യണം. നാരദ ഉവാച. സാധുപൃഷ്ടം മഹാഭാഗ ലോകാൻ സമനുഗൃഹ്ണത തത്വേന തദഹം വക്ഷ്യേ നൈഷ്കർമ്മ്യം ഏന കർമ്മണാം. ശ്രീ നാരദൻ അരുളി ചെയ്തു, ഹേ പൂജ്യനായ മഹാരാജാവേ, അങ്ങ് നന്നായി അറിഞ്ഞിരിക്കുന്നു. എങ്കിലും ലോകങ്ങളെ അനുഗ്രഹിക്കാനായി ചെയ്ത ചോദ്യം എത്രയും സമുചിതമായിരിക്കുന്നു. കർമ്മങ്ങൾ മോക്ഷത്തിന് തടസ്സങ്ങളാണെങ്കിലും ഏതുവിധം അനുഷ്ഠിക്കുന്നതുകൊണ്ട് മോക്ഷസാധനമായ ജ്ഞാനമുണ്ടാകുമോ ആ വിധി സത്യമായിട്ട് അങ്ങയോട് ഞാൻ പറയാം. ഗൃഹേഷ്വസ്ഥിതോ രാജൻ ക്രിയാ കുർവൻ ഗൃഹോചിതാഃ വാസുദേവാർപ്പണം സാക്ഷാത് ഉപാസീത മഹാമുനീൻ. ഗൃഹസ്ഥൻ സ്നാനതർപ്പണ സന്ധ്യോപാസന പഞ്ചമഹായത്നാദികളായ ഗൃഹോചിത ക്രിയകൾ ബലസങ്കല്പം കൂടാതെ ശ്രീ വാസുദേവാർപ്പണമാകും വിധം ചെയ്യുന്നവനായിട്ട് ഭഗവത് ഭക്തന്മാരായ മഹാമുനികളെ സേവിക്കണം. ശൃണ്വൻ ഭഗവതോ ഭീഷണം അവതാര കഥാമൃതം ശ്രദ്ധദാനോ യഥാ കാലം ഉപശാന്തജനാവൃതഃ സത്സംഗാചനകൈ സംഗം ആത്മജായാത്മജാദിഷു വിമുഞ്ജേന്മുച്യമാനേഷു സ്വയം സ്വപ്നവതുത്തിതഃ. യഥോചിതം ഗൃഹസ്ഥധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒഴിവുള്ള സമയത്തെല്ലാം ഉപശാന്തന്മാരായ മുനിമാരുടെ സമീപത്ത് ചെന്നിരുന്ന് ശ്രദ്ധാപൂർവം ഭഗവാന്റെ അവതാര കഥാമൃതം പാനം ചെയ്യണം. സജ്ജന സംസർഗത്താലും കഥാശ്രവണത്താലും ക്രമത്തിൽ ഞാനെന്നും എൻ്റേതെന്നും വിചാരത്തിന് ആസ്പദമായിരിക്കുന്ന ശരീരം, ഭാര്യ, പുത്രന്മാർ എന്നീ വിഷയങ്ങളിലുള്ള ബന്ധത്തെ അകറ്റണം. അവയെല്ലാം എപ്പോഴെങ്കിലും ഒരിക്കൽ താനേ തന്നെ വിട്ടുപോകുന്നവയാകയാൽ വിചാരപൂർവം അവയിൽ നിന്നും മനസ്സിനെ വിടർത്തേണ്ടത് ആവശ്യമാകുന്നു. സ്വപ്നത്തിൽ കാണുന്ന പുത്രഭാര്യാദികളെ ഉണർന്നവൻ എങ്ങനെ കാണാതിരിക്കുന്നുവോ അതുപോലെ ജ്ഞാനോദയത്താൽ ശരീര ഭാര്യാപുത്രാദികളെ പരമാർത്ഥമല്ലെന്ന് കണ്ടുകൊള്ളണം. യാവദർത്ഥമുപാസീനോ ദേഹേ ഗേഹേ ജ പണ്ഡിതഃ വിരക്തോ രക്തവത് തത്ര നൃലോകേ നരതാം ന്യസേത്. ശരീരത്തിലും ഭവനത്തിലും എത്രത്തോളം മനസ്സിരുത്തിയാൽ ആവശ്യം നടത്താമോ അത്രമാത്രം മനസ്സിരുത്തണം. അന്തരംഗത്തിൽ പ്രബലമായ സംഘമുണ്ടാകരുത്. എന്നാൽ മറ്റുള്ളവർക്കത് ധരിക്കാൻ ഇടയും വയ്ക്കരുത്. ആസക്തിയില്ലെങ്കിലും ഉള്ളവനെപ്പോലെ ലോകത്തെ അനുസരിക്കണം. മനുഷ്യലോകത്തിൽ നിർവഹിപ്പാൻ മതിയായ പൗരുഷത്തെ ആവശ്യാനുസരണം പ്രകാശിപ്പിക്കണം. ഇതെല്ലാം എങ്ങനെ സാധിക്കുമെന്നാൽ അത്രത്തോളം അറിവ് സമ്പാദിച്ചവനായിരിക്കണം. ലോക സ്വഭാവത്തെയും ആത്മതത്വത്തെയും നന്നായി ധരിച്ചിട്ട് രണ്ടിനെയും യോജിപ്പിച്ച് ജീവിതം നയിക്കാൻ തക്കവിധം പണ്ഡിതനായിരിക്കണം. ജ്ഞാതയപിതരൗ പുത്ര ഭ്രാതര സുഹൃദോ പരേ യദ്വദന്തി യദിച്ഛന്തി ചാനുമോദേത നിർമ്മമഃ. ജ്ഞാതികൾ, മാതാപിതാക്കൾ, പുത്രന്മാർ, സഹോദരന്മാർ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർ എന്തു പറയുന്നുവോ എന്തിച്ഛിക്കുന്നുവോ അതിനെ അനുമോദിക്കണം. എന്നാൽ അവരിൽ എൻ്റേതെന്നുള്ള ഭാവം ഉണ്ടാകാതിരിക്കുകയും വേണം. അനുമോദിക്കാതിരുന്നാൽ ഗൃഹത്തിൽ കലഹാദികൾ നിമിത്തം വിക്ഷേപത്തിന് കാരണമാകും. ദിവ്യംബമൗ ചാന്തരീഷം വിത്തമച്യുത നിർമ്മിതം തൽസർവമുപയുഞ്ജാന ഏതത് കുര്യാത് സ്വതോ ബുധഃ. എല്ലാവരെയും അനുമോദിക്കാനും എല്ലാവരുടെയും ഇഷ്ടം സാധിപ്പാനും തുടങ്ങിയാൽ അതിനു മാത്രം ധനം എവിടെ നിന്ന് കിട്ടും? ഉള്ളത് തന്നെ വേഗം നശിക്കില്ലേ? പിന്നെ ഏതുവിധം ഗൃഹകാര്യങ്ങൾ നടക്കും എന്നുള്ളതിന് സമാധാനം പറയുകയാണ്. ധനം ആരുടെയും സ്വന്തമല്ല, ആരും ഉണ്ടാക്കുന്നതുമല്ല. ഈശ്വര നിർമ്മിതമാണ് കാണപ്പെടുന്ന സർവ്വധനവും. മഴ പെയ്യുന്നത് കൊണ്ട് ധാന്യാദികൾ ഉണ്ടാകുന്നു. മഴ പെയ്യുന്നത് മനുഷ്യശക്തി കൊണ്ടല്ല. കൃഷിയാദി വ്യാപാരങ്ങൾ ശരിക്കും നടക്കണമെങ്കിൽ ഈശ്വര ശക്തിയിൽ നിന്നുണ്ടാകുന്ന മഴ വേണം. അതിൽ നിന്നു ലഭിക്കുന്ന ധനത്തിന് ദിവ്യമായ ധനം എന്നു പേർ.
സ്വർണം, വെള്ളി മുതലായ ധാതുക്കൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്നു. അതിനാൽ ആ മാതിരി ധനത്തെ ഭൗമം എന്ന് പറഞ്ഞു വരുന്നു. യാദൃച്ഛികമായിട്ട് ലഭിക്കുന്ന ധനത്തിന് അന്തരീക്ഷം വീണുകിട്ടിയത് എന്നുള്ള സംജ്ഞ കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന ഈശ്വരനിർമ്മിതമായ ധനത്തെ കൊണ്ട് ശരീര നിർവഹണാദി കാര്യങ്ങൾ നടത്തിക്കൊള്ളണം. പ്രാരബ്ധാനുസരണം തനിക്ക് കിട്ടുന്നതുകൊണ്ട് കാര്യം നിർവഹിക്കുക എന്നല്ലാതെ ഇത്ര ധനം കൊണ്ട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളാമെന്ന് സങ്കല്പിക്കേണ്ട. തൻ്റെ സ്ഥിതിക്കും നിലയ്ക്കും അനുസരിച്ച വിധത്തിൽ ജ്ഞാതികളെയും മറ്റും സത്കരിച്ചു കൊള്ളണം. യാവത് ബ്രിയേദ ജഡരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. പ്രാരബ്ധവശാൽ അധികം ലഭിച്ചിരുന്നാലും അതിൽ ആസക്തി ഉറപ്പിക്കരുത്. എത്രത്തോളമുള്ള അന്നാദിപദാർത്ഥത്താൽ ഉദരപൂരണദ്വാര പ്രാണധാരണം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പദാർത്ഥത്തിൽ മാത്രമേ ദേഹികൾക്ക് സ്വന്തമായിട്ട് കരുതുവാൻ അവകാശമുള്ളൂ. യാതൊരുവൻ അധികത്തെ തൻ്റേതെന്ന് അഭിമാനിക്കുന്നുവോ അവൻ കള്ളനാകുന്നു. തൻ്റേതല്ലാത്തതിനെ കൈവശം വയ്ക്കുന്നവനാണല്ലോ കള്ളൻ. തൻ്റെ ജീവധാരണത്തിന് ആവശ്യമില്ലാത്ത ധനത്തെ തൻ്റേതാണെന്ന് അഭിമാനിക്കുന്ന ചോരൻ ശിക്ഷയ്ക്ക് അർഹനാകുന്നു. ഈ അഭിമാനം നിമിത്തമുണ്ടാകുന്ന ജനനമരണ രൂപ സംസാര ക്ലേശം തന്നെ അവൻ അനുഭവിക്കേണ്ടതായി വരുന്ന ശിക്ഷ. മൃഗോഷ്ട്രഘരമർക്കാഗു സരീസൃപ്കമക്ഷികാഃ ആത്മന പുത്രവത് പശ്യേത് തൈരേഷാമന്തരം. പശു, കുതിര, മാർജാരൻ, ഒട്ടകം, കഴുത, കുരങ്ങ്, എലി, സർപ്പം, കാക്ക മുതലായ പക്ഷികൾ, ഈച്ചകൾ മുതലായ പ്രാണിവർഗങ്ങളെ സ്വപുത്രന്മാരെ പോലെ കരുതി അവയ്ക്കും ഭക്ഷണാദികൾ കൊടുക്കാനായി അധിക ധനത്തെ ഉപയോഗിക്കണം. തൻ്റെ പുത്രന്മാർക്കും ഇവയ്ക്കും എന്തു ഭേദം? രണ്ടുപേരും തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ആവശ്യത്തിലധികം ധനം കൈവശമുള്ള ഗൃഹസ്ഥൻ പശുവാദികളെയും പുത്രന്മാരെ പോലെ കരുതി രക്ഷിക്കണം. ത്രിവർഗം നാദികൃച്ഛ്രേണ ഭജേത ഗൃഹമേദ്യപി യഥാദേശം യഥാകാലം യാവദ്ദേവോപപാദിതം. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവനും ബ്രഹ്മചാരി മുതലായവരെ പോലെ തന്നെ ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥത്തെ അധികം ക്ലേശിച്ചും സമ്പാദിക്കണമെന്ന് വിചാരിക്കരുത്. ദേശകാലാവസ്ഥാനുസരണം പ്രാരബ്ധത്താൽ എത്ര ലഭിക്കുന്നുവോ അതുകൊണ്ട് സംതൃപ്തനാകണം. ആശ്വാഘാന്തേവസായിഭ്യഃ കാമാൻ സംവിഭജേത് യഥാ അപ്യേകാമാത്മനോ ധാരാം നൃണാം സ്വത്വഗ്രഹോ യതഃ. തനിക്ക് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങളെ യഥായോഗ്യം ശ്വാക്കൾക്കും പതിതന്മാർക്കും ചണ്ടാളന്മാർക്കും കൂടി വിഭജിച്ചു കൊടുക്കണം. തൻ്റെ ഏകയായ ഭാര്യയെയും അതിഥി സത്കാരത്തിൽ നിയോഗിക്കണം. സാധാരണ ജനങ്ങൾക്ക് ഭാര്യയിലാണല്ലോ ഇവൾ എൻ്റേതെന്നുള്ള അഭിമാനാധിക്യം. ജഹ്യാത് യഥർത്ഥേ സ്വപ്രാണാൻ ഹന്യാദ്വാപിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രീയാം ജഹ്യാത് യസ്തേന ഹ്യജിതോജിതഃ. ലോകത്തിൽ ഏതൊരു സ്ത്രീയെ നിമിത്തമാക്കിയിട്ട് സ്വപ്രാണങ്ങളെ ഉപേക്ഷിക്കുന്നുവോ പിതാവിനെയോ ഗുരുവിനെയോ ഹനിക്കുന്നുവോ ആ സ്ത്രീയിൽ ദൃഢമായിരിക്കുന്ന സ്വാഭിമാനത്തെ, എൻ്റേതെന്നുള്ള ഭാവത്തെ ഏതൊരുവൻ പരിത്യജിക്കുമോ അവനാൽ അന്യരാൽ ജയിക്കപ്പെടാത്ത ഈശ്വരൻ ജയിക്കപ്പെട്ടു. ഈശ്വരൻ അവന് വശനായി ഭവിക്കുന്നു. സ്വഭാര്യയെ അതിഥികളെ ശുശ്രൂഷിപ്പാൻ അനുവദിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുകയില്ല. സാധിച്ചാൽ മഹാബലം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. കൃമിവിഡ്മസ്മനിഷ്ടാന്തം ക്വേദം തുച്ഛം കളേവരം ക്വ തദീയരതിർഭാര്യ ക്വായമാത്മാ നഭശ്ചതിഹി. മരണാനന്തരം പുഴുവായിട്ടോ ചളിയായിട്ടോ ഭസ്മമായിട്ടോ അവസാനിക്കുന്ന തുച്ഛ ശരീരമെവിടെ? ആ ശരീരത്തെ സുഖിപ്പിക്കുന്ന ഭാര്യ എവിടെ? സ്വാനന്ദത്താൽ ആകാശത്തെയും വ്യാപിച്ച് അതിക്രമിക്കുന്ന ഈ ആത്മാവിൻ്റെ മാഹാത്മ്യം എവിടെ? എന്നിങ്ങനെയുള്ള വിചാരത്താൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന അഭിമാനത്തെ ജയിച്ചിട്ട് പരമാത്മാവിനെ ആരാധിപ്പാൻ പരിശ്രമിക്കണം. സിദ്ധേർ യത്നാവശിഷ്ടാർത്ഥൈഃ കൽപ്പയേത് വൃത്തി ആത്മനഃ ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാമിയാത്. വൃഷ്ട്യാദികൾ നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളെ ഗൃഹസ്ഥൻ ഉചിതമായിരിക്കുന്ന പഞ്ചയത്നങ്ങൾക്കായി ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള അന്നാദി പദാർത്ഥങ്ങൾ കൊണ്ട് തൻ്റെ ജീവസന്ധാരണം ചെയ്യണം. അവശേഷിച്ചത് അന്യർക്ക് നൽകണം. അത് തൻ്റേതാണെന്നുള്ള ഭാവമുണ്ടായിരിക്കരുത്. ഇപ്രകാരം നിത്യവൃത്തി കഴിക്കുന്ന ഗൃഹസ്ഥൻ
മഹാത്മാക്കളായ പരമഹംസന്മാർ ഏതു സ്ഥാനത്തെ പ്രാപിക്കുമോ ആ സ്ഥാനത്തെ പ്രാപിക്കും. പഞ്ചയത്നാവശേഷത്തെ കൊണ്ട് ജീവിതം ധരിക്കുന്നവർ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കുന്നു എന്ന് ഭഗവാനും അർജുനന് ഉപദേശിച്ചിരിക്കുന്നു. ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതॄനാത്മാനമന്വഹം സ്വവൃത്യാഗതവിത്തേന യജേത പുരുഷം പൃഥക്. ദേവന്മാർ, ഋഷികൾ, മനുഷ്യർ, പക്ഷിമൃഗാദികൾ, പിതൃക്കൾ എന്ന രൂപഭേദങ്ങളിലിരിക്കുന്ന പഞ്ചയത്ന ദേവതകളെയും തന്നെയും പ്രതിദിവസം തൻ്റെ സമുചിത വ്യാപാരദ്വാര ലഭിച്ച ധനം കൊണ്ട് പൂജിക്കണം. ഭിന്ന സ്വരൂപങ്ങളായി കാണപ്പെടുന്ന ഇവരെല്ലാവരും ഏകനായ ഈശ്വരൻ തന്നെയാകയാൽ ഇവരിൽ ചെയ്യുന്ന ആരാധനം ഈശ്വരാരാധനം തന്നെ എന്ന് നന്നായി ധരിക്കണം. യർഹ്യാത്മനോധികാരാദ്യാഹ സർവസ്യുർയത്നസമ്പദഃ വൈദാനികേന വിധിന അഗ്നിഹോത്രാദിനാ യജേത്. യത്നാദികൾ നടത്താൻ ആവശ്യമുള്ള അധികാരി സർവസമ്പത്തുകളുമുണ്ടെങ്കിൽ ശ്രൗതകൽപ്പ സൂത്രാദി ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന വിധിപ്രകാരം അഗ്നിഹോത്രാദി കൊണ്ട് സർവേശ്വരനെ പൂജിക്കണം. നഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയത്നഭുക് ഇജ്യേതഃ വിഷാരാജൻ യഥാ വിപ്രമുഖേ ഹുദൈഹി. ഹേ രാജൻ, അങ്ങ് യാഗാദികർമ്മങ്ങളിൽ അതിശ്രദ്ധ വയ്ക്കണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ സർവപ്രാണിവർഗത്തിൽ സമർപ്പിക്കുന്നതിനെയും അനുഭവിക്കുന്നത് ഭഗവാൻ തന്നെയാകുന്നു. പ്രാണിവർഗത്തെ ആരാധിക്കുന്നത് തന്നെയാണ് ഭഗവാൻ അധികം സന്തോഷം. ബ്രാഹ്മണർക്ക് മൃഷ്ടാന്ന ഭോജനാദികൾ സമർപ്പിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഏതുവിധം സന്തോഷിക്കുമോ അഗ്നിഹോത്ര കർമ്മത്താൽ ആ വിധം സന്തോഷിക്കുകയില്ല. തസ്മാത് ബ്രാഹ്മണ ദേവേഷു മർത്യാദിഷു യഥാർഹതഃ തൈസ്തൈ കാമേർ യജസ്വൈനം ക്ഷേത്രജ്ഞം ബ്രാഹ്മണാനനു. അതു ഹേതുവായി ബ്രാഹ്മണരിലും ദേവന്മാരിലും അന്യരായ മനുഷ്യർ, മൃഗങ്ങൾ മുതലായവരിലും ജീവരൂപേണ ഭോക്താവായിരിക്കുന്ന ഈശ്വരനെ യോഗ്യതയ്ക്ക് അനുസരിച്ച വിധം അതതു വിഷയങ്ങൾ കൊണ്ട് പൂജിച്ചുകൊള്ളുക. ബ്രാഹ്മണ പൂജ കഴിഞ്ഞതിനു ശേഷം മറ്റുള്ളവരെ പൂജിക്കണം. ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞവരാകയാൽ അവർ ശ്രേഷ്ഠന്മാരാണെന്നു സാരം. കുര്യാത പരപക്ഷീയം മാസി പ്രൗഷ്ടപദേ ദ്വിജഃ ശ്രാദ്ധം പിത്രയോർ യഥാവിത്തം തദ്ബന്ധൂനാം ജവിത്തവാൻ. കർമ്മത്തിന് അർഹരായ ദ്വിജന്മാർ ധനവാന്മാരാണെങ്കിൽ മരിച്ചുപോയ മാതാപിതാക്കന്മാർ, അവരുടെ ബന്ധുക്കൾ ഇവരെ ഉദ്ദേശിച്ച് കന്നിമാസത്തിൽ അപരപക്ഷത്തിൽ മഹാലയം എന്ന് പറയപ്പെടുന്ന പുണ്യകാലത്തിൽ ധനശക്തിക്ക് ഒത്തവണ്ണം ശ്രാദ്ധമൂട്ടണം. അയനേ വിഷുവേ കുര്യാത് വ്യതിപാദേ ദിനക്ഷയേ ചന്ദ്രാദിത്യോപരാഗേ ച ദ്വാദശ്യാം ശ്രവണേഷു ച. കർക്കടക സംക്രാന്തി, മകരസംക്രാന്തി എന്ന രണ്ടയനകാലങ്ങളിലും മേഷസംക്രാന്തി, തുലാസംക്രാന്തി എന്ന വിഷുവത്തിലും വ്യതിപാദത്തിലും വാവിൻ്റെ അന്ത്യത്തിലും ചന്ദ്രസൂര്യഗ്രഹണകാലങ്ങളിലും ദ്വാദശിയിലും തിരുവോണം മുതൽ 3 ദിവസങ്ങളിലും ദേവപിത്രാദി പൂജ ചെയ്യണം. തൃതീയായാം ശുക്ലപക്ഷേ നവമ്യാമദ കാർത്തികേ ചതസൃഷ്വപ്യഷ്ടകാസു ഹേമന്തേ ശിശിരേ തഥാ. വൈശാഖ ശുക്ലപക്ഷത്തിൽ അക്ഷയ തൃതീയ എന്ന സുപ്രസിദ്ധമായ പുണ്യകാലത്തിലും കാർത്തിക ശുക്ലപക്ഷത്തിൽ അക്ഷയ നവമി ദിവസത്തിലും ഹേമന്തം ശിശിരം എന്ന 2 ഋതുക്കളിലും ധനു മുതൽ 4 മാസങ്ങളിൽ വരുന്ന അഷ്ടകകളിലും ദേവപിത്രാദി തർപ്പണം ചെയ്യണം. ധനു മുതൽ 4 മാസങ്ങളിലെ ശുക്ലപക്ഷങ്ങളിൽ സപ്തമി, അഷ്ടമി, നവമി, ത്രയോദശി എന്ന 4 ദിവസങ്ങൾക്ക് അഷ്ടകകൾ എന്നു പേർ കൊടുത്തിരിക്കുന്നു. ആ ദിവസങ്ങൾ യത്നാദി പുണ്യകർമ്മങ്ങൾ നടത്താൻ വിശേഷകാലമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. മാഘേജസിത സപ്തമ്യാം മഘാരാകാസമാഗമേ രാഗയാ ചാനുമത്യാവ മാസർഷാണി യുധാന്യഭി. മാഘമാസത്തിൽ ശുക്ല സപ്തമി ദിവസത്തിലും രാഗയെന്നു പറയപ്പെടുന്ന പൗർണമിയും മകവും ചേർന്നു വരുന്ന ദിവസത്തിലും ന്യൂനചന്ദ്രനോടുകൂടിയ പൗർണമിക്ക് അനുമതി എന്നു പേർ. അതോട് ചേർന്നു വരുന്ന മാസനക്ഷത്രങ്ങളിലും പിതൃദേവാദികളെ പൂജിക്കണം. മാസങ്ങൾക്കെല്ലാം നാമകരണം ചെയ്തിരിക്കുന്നത് പൗർണമിയും അതോട് യോജിച്ചു വരുന്ന നക്ഷത്രത്തെയും സൂചിപ്പിക്കുന്ന വിധത്തിലാണ്. ഇതുപോലെ മകം നക്ഷത്രവും പൗർണമിയും ചേർന്നു വരുന്ന മാസത്തിന് മാഘമാസം എന്നു പേർ. പൂയം നക്ഷത്രവും പൗർണമിയും ചേർന്നു വരുന്ന മാസത്തിന് പൗഷമാസം എന്നു പേർ.
ഇങ്ങനെ അതാതു മാസത്തിൽ വരുന്ന പൗർണമിയോട് യോജിച്ചു വരുന്ന നക്ഷത്രങ്ങളെ ആസ്പദിച്ച് മാസങ്ങൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നു. പൂർണ്ണചന്ദ്രനുള്ള പൗർണമിക്ക് രാഗയെന്നും ന്യൂനചന്ദ്രനുള്ള പൗർണമിക്ക് അനുമതിയെന്നും പ്രത്യേക നാമം നിശ്ചയിച്ചിട്ടുണ്ട്. ചില മാസനക്ഷത്രങ്ങൾ ചില കാലങ്ങളിൽ പൗർണമിയോട് യോജിച്ചു വന്നുവെന്നും വരാം. എന്നാൽ ആ ദിവസങ്ങൾ പുണ്യകാലങ്ങളാണെന്നറിയണം. അക്കാലങ്ങളിൽ ചെയ്യുന്ന ദേവപിത്രാദി പൂജകൾക്കും ദാനങ്ങൾക്കും സദ്യബല ജനകശക്തി ഉണ്ടെന്ന് സ്മൃതികളിൽ നിശ്ചയിച്ചിരിക്കുന്നു. ദ്വാദശ്യാമനുരാധാസ്യാത് ശ്രവണസ്ത്രിസ്ര ഉത്തരാഹ തിസൃഷ്വേകാദശീ വാസു ജന്മർഷശ്രോണയോഗയുക്. ഏകാദശി ദിവസം ശ്രാദ്ധം വന്നാൽ അന്നതിനെ നിർത്തിവെച്ചും ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. ശ്രാദ്ധം ദ്വാദശി നാൾ കഴിച്ചാൽ മതി എന്ന് ബ്രഹ്മവൈവർത്തം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതിന് അപവാദമാണ് ഇവിടെ പറഞ്ഞത്. ഏകാദശി ശ്രാദ്ധദിനമായും അന്ന് ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി എന്ന മൂന്നിലേതെങ്കിലും ഒരു നക്ഷത്രവും വന്നിട്ടുണ്ടെങ്കിൽ പുണ്യകാലമായതിനാൽ ഏകാദശി വ്രതം ഉപേക്ഷിച്ചും ശ്രാദ്ധം ആചരിക്കണം. അതുപോലെ കർത്താവിൻ്റെ ജന്മനക്ഷത്രമോ തിരുവോണമോ ഏകാദശി ദിവസം വരുന്നുവെങ്കിൽ ആ ദിവസവും പുണ്യകാലമാകുകയാൽ വ്രതഭംഗം വരുത്തിയിട്ടും ശ്രാദ്ധം നടത്തണമെന്ന് സിദ്ധാന്തിച്ചിരിക്കുന്നു. ഹേ രാജൻ, ഏകാദശി ദിവസം ശ്രാദ്ധം നടത്തുന്നവനും നടത്തിക്കുന്ന ഉപാധ്യായനും ഭുജിക്കുന്നവനും നരകത്തിൽ പ്രവേശിക്കുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നു. ഏകാദശി ദിവസം അമ്മയച്ചന്മാരുടെ ശ്രാദ്ധ ദിവസമായി വന്നാൽ ദ്വാദശിയിൽ ശ്രാദ്ധം ആചരിക്കണം. ഉപവാസയോഗ്യമായ ഏകാദശ്യാദി ദിവസങ്ങളിൽ ശ്രാദ്ധം വർജിക്കണം. ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന സാധാരണ വിധികൾക്ക് അപവാദം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പുണ്യകാലങ്ങളിൽ ശ്രാദ്ധാദികൾ നടത്തേണ്ടത് ഗൃഹസ്ഥധർമ്മമാണെന്ന് സിദ്ധാന്തിച്ചിരിക്കുന്നു. തയേതേ ശ്രേയസക്കാല നൃണാം ശ്രേയോ വിവർധനാഹ കുര്യ സർവാത്മനൈതേഷു ശ്രേയോ മോഘം തദായുഷഃ. മുകളിൽ പ്രതിപാദിച്ച അയനാദികാലങ്ങളിൽ ശ്രാദ്ധം എന്നു മാത്രമല്ല എല്ലാ പുണ്യകർമ്മങ്ങളും ആചരിപ്പാൻ യോഗ്യമാകുന്നു. അപ്പോൾ ആചരിക്കുന്ന പുണ്യകർമ്മം സ്വല്പമാണെങ്കിൽ കൂടി മനുഷ്യരുടെ ശ്രേയസ്സിനെ വർദ്ധിപ്പിക്കുവാൻ സമർത്ഥമായി വരും. അതിനാൽ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ആ വക പുണ്യകാലങ്ങളിൽ സത്കർമ്മം നടത്തണം. എന്നാൽ ജന്മം സഫലമായി വരും. യേഷു സ്നാനം ജപോ ഹോമോ വ്രതം ദേവദ്വിജാർച്ചനം പിതൃദേവ നൃഭൂദേഭ്യോ യദ്ദത്തം തദ്യനശ്വരം. ഈ പുണ്യകാലങ്ങളിൽ ചെയ്യുന്ന തീർത്ഥസ്നാനം, മന്ത്രജപം, ഹോമം, വ്രതാനുഷ്ഠാനം, ദേവബ്രാഹ്മണ പൂജ, പിതൃക്കൾ, ദേവന്മാർ, മനുഷ്യർ, പ്രാണികൾ ഇവർക്കായി കൊണ്ടുള്ള സമർപ്പണം യാതൊന്നോ അത് അക്ഷയബലത്തെ ജനിപ്പിക്കും നിശ്ചയം. സംസ്കാരകാലോ ജായായ അപത്യസ്യാത്മനസ്തദാ പ്രേതസംസ്ഥാമൃതാഹശ്ച കർമ്മണ്യഭ്യുദയേ നൃപ. രാജൻ, ഭാര്യയുടെ പുംസവനം മുതലായ സംസ്കാരകാലം, പുത്രൻ്റെ ജാതകർമാദി സമയം, താൻ നടത്തുന്ന യാഗാദി ദീക്ഷാവസരം, പ്രേത സംസ്കാരകാലം, മരണദിവസം, അഭ്യുദയത്തെ ഉദ്ദേശിച്ചു നടത്തുന്ന പലവിധ കർമ്മങ്ങളുടെ അവസരം, ഇവയെല്ലാം പുണ്യകർമ്മങ്ങൾ നടത്താനുള്ള വിശേഷകാലങ്ങളാകുന്നു. അധദേശാൻ പ്രവക്ഷ്യാമി ധർമാതിശ്രേയാവഹാൻ സ വൈ പുണ്യതമോ ദേശഃ സത്പാത്രം എത്ര ലഭ്യതേ. ഈശ്വര കാരുണ്യത്തിന് പാത്രീഭൂതനായ പുണ്യപുരുഷനെ ഏതു ദിക്കിൽ ലഭിക്കുന്നുവോ ആ ദേശം തന്നെ ദാനാദികൾക്ക് ഉചിതമായ പരമപുണ്യസ്ഥലം. ബിംബം ഭഗവതോ എത്ര സർവമേതച്ചരാചരം എത്ര ബ്രാഹ്മണകുലം തപോ വിദ്യാദയാന്വിതം. യാതൊരുവനിൽ ഇക്കാണപ്പെടുന്ന ചരാചരങ്ങൾ വസിക്കുന്നുവോ ആ ഭഗവാന്റെ ബിംബം എവിടെ പ്രതിഷ്ഠിച്ചു പൂജാദികൾ നടത്തുന്നുവോ ആ സ്ഥലവും തപസ്, ഉപാസനം, ജ്ഞാനം, കാരുണ്യം എന്നീ ശ്രേഷ്ഠ ഗുണസമ്പന്നരായ ബ്രാഹ്മണരുടെ സംഘം ഏതു സ്ഥലത്തുണ്ടോ ആ സ്ഥലവും പുണ്യദേശമാകുന്നു. എത്രയെത്ര ഹരേർ അർച്ചാ സദേശശ്രേയസാം പദം എത്ര ഗംഗാദയോ നദ്യഃ പുരാണേഷു ച വിശ്രുതാഃ. ഏതേതു ദിക്കിൽ ഹരിപൂജ ചെയ്യപ്പെടുന്നുവോ, ഏതേതു ദിക്കിൽ പുരാണ പ്രസിദ്ധങ്ങളായ നദികൾ ഒഴുകുന്നുവോ ആ ദേശം പുണ്യകർമാനുഷ്ഠാന യോഗ്യസ്ഥലമാകുന്നു. സാരാംസി പുഷ്കരാദീനി ക്ഷേത്രാണ്യർഹാശ്രിതാന്യുത കുരുക്ഷേത്രംഗയശിരഃ പ്രയാഗപുലഹാശ്രമഃ. പുഷ്കരം മുതലായ പുണ്യ തടാകങ്ങളുള്ള സ്ഥലം, മഹാഭക്തന്മാർ വസിച്ചിരുന്ന കുരുക്ഷേത്രം, ഗയ, പ്രയാഗം, പുലഹാശ്രമം എന്നീ സ്ഥാനങ്ങൾ പുണ്യദേശങ്ങളാകുന്നു.
നൈമിഷം ഫാൽഗുനം സേതുഃ പ്രഭാസോദകുശസ്ഥലി വാരണാസി മധുപുരി പമ്പാ ബിന്ദുസരസ്തഥാ നാരായണാശ്രമോ നന്ദ സീതാരാമാശ്രമാദയഃ സർവേ കുലാചലാ രാജൻ മഹേന്ദ്രമലയാദയഃ ഏതേ പുണ്യതമാദേശ ഹരേരാർച്ചാശ്രിതാശ്ച യേ ഏതാൻ ദേശാൻ നിഷേവേദ ശ്രേയസ്കാമോ ഹ്യഭീഷണശഃ ധർമ്മോ ഹ്യത്രേഹിത പുംസാം സഹസ്രാധിബലോദയഃ. നൈമിഷാരണ്യം, ഫാൽഗുനം, ശ്രീരാമസേതു, പ്രഭാസമെന്ന തീർത്ഥം, കുശസ്ഥലി, വാരണാസി, മധുപുരി, പമ്പാനദി, അതിൻ്റെ തീരത്തുള്ള ബിന്ദുസരസ് എന്നുകൂടി പറഞ്ഞു വരുന്ന കർദമാശ്രമം, നാരായണാശ്രമം, നന്ദ എന്ന നദി, സീതാദേവിയും ശ്രീരാമചന്ദ്രനും വസിച്ച ചിത്രകൂടം, പഞ്ചവടി മുതലായ സ്ഥലങ്ങൾ, മഹേന്ദ്രം, മലയം എന്ന് തുടങ്ങിയ കുലപർവ്വതങ്ങളെല്ലാം ഹേ രാജാവേ, ഈ സ്ഥലങ്ങളൊക്കെ പുണ്യസ്ഥലങ്ങളാകുന്നു. ശ്രീഹരിപ്രതിഷ്ഠയും ഹരിഭക്തന്മാരുമുള്ള സ്ഥലങ്ങളൊക്കെ പുണ്യസ്ഥലങ്ങൾ തന്നെ. ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന പുരുഷൻ ഈ ദേശങ്ങളെ പലപ്പോഴും സേവിക്കണം. ഈ സ്ഥലങ്ങളിൽ പുരുഷന്മാരാൽ അനുഷ്ഠിക്കപ്പെടുന്ന ശ്രേയസാധനമായ ധർമ്മത്തിന് 1000 ഇരട്ടി ബലം കൂടും. പാത്രം ത്വത്ര നിരുക്തം വൈ കവിഭിപാത്രവിത്തമൈഃ ഹരിരേവൈക ഉർവീശ യന്മയം വൈ ചരാചരം. ഹേ ഉർവീശ്വര, പൂജ്യസ്ഥാനത്തെ നന്നായി അറിയുന്ന വിദ്വാൻമാർ ശ്രീഹരി ഏകൻ തന്നെ സർവോത്തമമായ പൂജ്യസ്ഥാനം എന്ന് നിർണയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ കാണപ്പെടുന്ന ചരാചരം ആ ഭഗവാൻ ഏകനാകുന്നു. ദേവർഷ്യഹത്സു വൈസത്സു തത്ര ബ്രഹ്മാത്മജാദിഷു രാജൻ യദഗ്രപൂജായാം മതപാത്രതയാച്യുതഃ. ഹരി തന്നെ സത്പാത്രം എന്ന സംഗതി ഹേ രാജാവെ അങ്ങ് നന്നായി അറിയുന്നതാണല്ലോ. അതുകൊണ്ടല്ലേ അങ്ങയുടെ രാജസൂയാവസരത്തിൽ അവിടെ ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ, സിദ്ധന്മാർ മുതലായ മഹാന്മാർ പലരുമിരിക്കെ അഗ്രപൂജയ്ക്ക് ശ്രീകൃഷ്ണനെ വരിച്ചത്. ജീവരാശിഭിരാകീർണ ആണ്ടകോശാംഗ്രിപോ മഹാൻ തന്മൂലത്വാദച്യുതേജ്യ സർവജീവാത്മതർപ്പണം. രാജസൂയാവസരത്തിൽ ശ്രീകൃഷ്ണനെ തന്നെ അഗ്രപൂജയ്ക്കായി വരിക്കണമെന്ന് സർവരും സമ്മതിക്കാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ശ്രീഹരി തന്നെ ചരാചരമയൻ എന്നതിനെ സ്പഷ്ടമാക്കുന്നു. ബ്രഹ്മാണ്ഡരൂപമായ മഹത്തായ വൃക്ഷത്തെ അനന്തകോടി ജീവജാലങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ആ വൃക്ഷത്തിൻ്റെ ആണിവേർ ശ്രീഹരിയാകുന്നു. അതിനാൽ അച്യുതനെ പൂജിക്കുന്നതുകൊണ്ട് സർവ്വജീവരാശികളും സംതൃപ്തരായി ഭവിക്കുന്നു. വൃക്ഷത്തിൻ്റെ മൂലത്തിൽ വെള്ളമൊഴിച്ചാൽ ശാഖോപശാഖകൾ തഴയ്ക്കുന്നതുപോലെ ബ്രഹ്മാണ്ഡരൂപ വൃക്ഷമൂലഭൂതനായ ശ്രീഹരിയെ പൂജിക്കുന്നതിനാൽ ചരാചരങ്ങളും സംതൃപ്തരാകുന്നു. പുരാണ്യനേന സൃഷ്ടാനി നൃദിര്യഗൃഷിദേവതാഃ ശേതേ ജീവേന രൂപേണ പുരേഷു പുരുഷോ ഹ്യസൗ. മനുഷ്യർ, പക്ഷിമൃഗാദികൾ, ഋഷികൾ, ദേവന്മാർ എന്നിങ്ങനെ പറയപ്പെടുന്ന ശരീരങ്ങൾ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടവയാകുന്നു. ആ ശരീരങ്ങൾ ഭഗവാന് വസിപ്പാനുള്ള പുരങ്ങളാകുന്നു. ജീവാത്മരൂപേണ ആ പുരങ്ങളിൽ ശ്രീഹരി ശയിക്കുന്നതുകൊണ്ട് പുരുഷൻ എന്നുള്ള പേർ ഭഗവാൻ ഉണ്ടായിരിക്കുന്നു. തേഷ്വേഷു ഭഗവാൻ രാജൻ താരതമ്യേന വർത്തതേ തസ്മാത് പാത്രം ഹി പുരുഷോ യാവാനാത്മാ യതേ യതേ. ബ്രഹ്മാണ്ഡ മൂലഭൂതനും ബ്രഹ്മാണ്ഡ സ്വരൂപനും ബ്രഹ്മാണ്ഡ ആത്മഭൂതനുമായ ഭഗവാൻ തന്നെയാണ് യോഗ്യസ്ഥാനം. പക്ഷേ അവതാരകാലത്തിൽ മാത്രമല്ലേ ആ ഭഗവാനെ സാക്ഷാത്തായിട്ട് പൂജിപ്പാൻ സാധിക്കുകയുള്ളൂ. മറ്റു കാലങ്ങളിലോ എല്ലാവരിലും ആത്മരൂപേണ വസിക്കുന്നത് ഭഗവാൻ തന്നെയാകയാൽ ചരാചരങ്ങളും പൂജാസ്ഥാനങ്ങൾ തന്നെ. ഓരോ ശരീരങ്ങളിലും ഭഗവാൻ താരതമ്യേന പ്രകാശിക്കുന്നു. ഉപാധിയുടെ സ്ഥൂല സൂക്ഷ്മഭാവത്തെ അനുസരിച്ചാണ് എല്ലാവരിലും കാണപ്പെടുന്ന ഭഗവത് പ്രകാശം. വൃക്ഷാദികളെ അപേക്ഷിച്ച് പക്ഷിമൃഗാദ്യുപാധികളിൽ ഭഗവാൻ അധികം വിളങ്ങുന്നു. അവയിലുള്ളതിനേക്കാൾ മനുഷ്യാദി ശരീരങ്ങളിൽ ഭഗവാന്റെ സ്വരൂപം വിളങ്ങുന്നു. ഇങ്ങനെ ഏതേത് ശരീരത്തിൽ എത്രയെത്ര കണ്ട് ഭഗവത് പ്രസാദം കാണപ്പെടുന്നുവോ ആ ശരീരങ്ങളിൽ പ്രകാശിക്കുന്ന ആത്മാവിനെ പൂജിക്കണം. ദൃഷ്ട്വാ തേഷാം മിതോ നൃണാം അവജ്ഞാനാത്മതാം നൃപ ത്രേതാദിഷു ഹരേരർച്ച ക്രിയായൈക വിഭികൃത. ധർമ്മത്തിന് പൂർണ്ണത്വമുണ്ടായിരുന്ന കൃതയുഗത്തിൽ ജീവവർഗത്തെ തന്നെ സർവരും അന്യോന്യം ആരാധിച്ച് സദ്ഗതി പ്രാപിച്ചു വന്നു. ത്രേതായുഗം മുതൽക്ക് ധർമ്മത്തിന് അല്പാൽപ്പം ന്യൂനത തട്ടിത്തുടങ്ങിയതിനാൽ
ജനങ്ങൾക്ക് തമ്മിൽ ബഹുമാന ബുദ്ധി കുറഞ്ഞു തുടങ്ങി. ഓരോരുത്തരും മറ്റോരോരുത്തരെ തിരസ്കരിക്കുന്ന സ്വഭാവമുള്ളവരായി തുടങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ഋഷികൾ ഹരിപൂജ സാധിപ്പാനായിക്കൊണ്ട് പ്രതിമകൾ നിശ്ചയിച്ചു. തതോർച്ചായാം ഹരിം കേചിത് സംശ്രദ്ധായ സപര്യയ ഉപാസിത ഉപാസ്താഭി നാർത്തദാ പുരുഷദ്യുഷാം. അപ്പോൾ മുതൽക്ക് മന്ദാധികാരികളായ ചിലർ അതിശ്രദ്ധയോടുകൂടി ശ്രീഹരിയെ പ്രതിമാദികളിൽ മഹാപൂജാദികൾ കൊണ്ട് ഉപാസിച്ചു തുടങ്ങി. അങ്ങനെ ഉപാസിക്കപ്പെട്ടിരുന്നാലും ജനദ്രോഹം ചെയ്യുന്നവർക്ക് ആ പ്രതിമാഭജനം പുരുഷാർത്ഥപ്രദമായിരിക്കേയില്ല. ദ്രോഹത്തിന് അവജ്ഞയേക്കാൾ കാഠിന്യം കൂടുതലാകയാൽ പ്രാണികളെ ദ്രോഹിക്കുന്നവർക്ക് പ്രതിമാപൂജ കൊണ്ട് ബലമില്ല. പുരുഷേഷ്വഭിരാജേന്ദ്ര സുപാത്രം ബ്രാഹ്മണം വിദുഹു തപസാ വിദ്യയാ തുഷ്ട്യ ദത്തേ വേദം ഹരേസ്തനും. മനുഷ്യരിൽ വെച്ചും യാതൊരുത്തൻ അനശനാദിരൂപമായ തപസ്സോടും തത്വവിചാരം ചെയ്യുന്ന സ്വഭാവമായ ഉപാസനയോടും കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുന്നതിനാലുണ്ടാകുന്ന മനഃപ്രസാദത്തോടും കൂടി ശ്രീഹരിയുടെ ശരീരമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദത്തെ ധരിക്കുന്നുവോ ആ ബ്രാഹ്മണൻ സത്പാത്രമാണെന്ന് വിദ്വാൻമാർ നിശ്ചയിച്ചിരിക്കുന്നു. നന്യസ്യ ബ്രാഹ്മണ രാജൻ കൃഷ്ണസ്യ ജഗതാത്മനഃ പുനന്ദപാദരജസ ത്രിലോകീം ദൈവതം മഹത്. ഹേ രാജൻ, ബ്രാഹ്മണർ ത്രിലോകത്തിൽ ഏതേതു ഭാഗത്ത് സഞ്ചരിക്കുന്നുവോ ആ ഭാഗമെല്ലാം അവരുടെ പാദസ്പർശന മഹിമയാൽ പരിശുദ്ധമായി വരും. അത്രത്തോളം മാഹാത്മ്യം അവർക്കുണ്ടെന്നറിഞ്ഞിട്ട് ജഗതാത്മാവായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടി ബ്രാഹ്മണരെ മഹാപൂജാസ്ഥാനമായി കരുതിയിരിക്കുന്നില്ലേ? അങ്ങനെയിരിക്കെ ബ്രാഹ്മണർ സാധാരണന്മാർക്ക് പൂജ്യരാണെന്ന് പറയണമോ? 14-ാമത്തെ അധ്യായം സമാപിച്ചു. 15-ാം അധ്യായം അടുത്ത ദിവസം. ഹരിയോം.